നമസ്കാരം, കാസ്ഗര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ചാനലിൽ ഒരു എൻട്രി സെഗ്മെന്റിൽ ഹാച്ച് ബാഗുകൾ രണ്ട് കമ്പാരിസൺ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻട്രി സെഗ്മെന്റിൽ നമ്മുടെ ഇന്ത്യൻ വാഹന വിപണിയിൽ ആകെ മൂന്ന് വണ്ടികൾ വരുന്നുള്ളൂ. മാരുതി അണ്ടറിൽ വരുന്ന ഓൾട്ടോ കേട്ടൺ എക്സ്പ്രസും ഈ രണ്ട് വാഹനങ്ങളുടെയും ഒരു കമ്പാരിസൺ റിവ്യൂ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർക്ക് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് കയറി കണ്ടോളൂ ഈ വീഡിയോ കണ്ടതിന് ശേഷം. അപ്പോൾ മൂന്നാമത് വരുന്ന വാഹനമാണ് ഈ കാണുന്ന റെനോയുടെ ക്വിഡ് എന്ന് പറയുന്നത്. മൂന്ന് വാഹനങ്ങൾ 1000 cc ആണ്. ആദ്യം തന്നെ 5 സ്പീഡ് മാനുവൽ, 5 സ്പീഡ് AMT ഒക്കെ എല്ലാം വരുന്നുണ്ട്. അപ്പോൾ എൻട്രി സെഗ്മെന്റ് നോക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ആക്ച്വലി ഈ ഒരു ക്വിഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം സേഫ്റ്റി ഫീച്ചേഴ്സ് അടങ്ങിയ ഈ സെഗ്മെന്റിൽ ഏറ്റവും കൂടുതൽ സേഫ്റ്റി ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു അടിപൊളി വാഹനമാണ് റെനോയുടെ ക്വിഡ് എന്ന് പറയുന്നത്. സേഫ്റ്റി ഫീച്ചേഴ്സ് മാത്രമല്ല, അത്യാവശ്യം നോർമൽ ഫീച്ചേഴ്സ് ആണെങ്കിലും നല്ല രീതിയിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ബിൽഡ് ക്വാളിറ്റി ആണെന്നുണ്ടെങ്കിലും ഈ സെഗ്മെന്റിൽ വെച്ചിട്ട് ബെസ്റ്റ് ആണ്. അതിന്റെ ഡ്രൈവിംഗ് കംഫർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിലും പറയേണ്ട ആവശ്യമില്ല. കാരണം റെനോയുടെ ഒരു സസ്പെൻഷന്റെ കംഫർട്ട് എന്താ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇപ്പോൾ ക്വിഡ് ആണെങ്കിലും ഒത്തിരി ആൾക്കാർ യൂസ് ചെയ്യുന്നുണ്ട്. അവർക്ക് പറയും ഈ വാഹനത്തിന്റെ കംഫർട്ട് എന്താണെന്നുള്ളത്. ഈ വാഹനം ഇറങ്ങിയിട്ട് ആക്ച്വലി ഒരു 10 വർഷമായി. അപ്പോൾ അതിൻ്റെ ഒരു ലിമിറ്റഡ് എഡിഷൻ മോഡലിലൂടെ നമുക്ക് ഈ ലാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ജസ്റ്റ് താഴെ കൊടുക്കാം, അത് നിങ്ങൾ കയറി കണ്ടോളൂ. അപ്പോൾ എൻട്രി സെഗ്മെന്റിൽ വരുന്ന ഈ ഒരു മോഡലിലെ ക്വിഡ് AMTയുടെ ഡ്രൈവ് റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ക്വിഡിൽ വരുന്ന ഒരു ഹൈലൈറ്റഡ് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ട്. ഞാൻ പറഞ്ഞ എക്സ്പ്രസോ അതുപോലെ തന്നെ കേട്ടനെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ കുറച്ചുകൂടി മുന്തി നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു സ്റ്റെപ്പ് പോകുന്ന നിൽക്കുന്ന കുറച്ച് ഫീച്ചേഴ്സ് ആണ്. പറഞ്ഞാൽ DRൽ നമുക്ക് ഈ വാഹനം സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഫോഗ് ലാമ്പിന്റെ ആവശ്യം വരുന്നില്ല. കാരണം ഹെഡ് ലാമ്പ് ഇരിക്കുന്ന പൊസിഷൻ ചെയ്തിരിക്കുന്നത് ബമ്പറിന്റെ സെൻട്രലായതുകൊണ്ട് തന്നെ കുറച്ചുകൂടി നമുക്ക് കാറിന് നിയർ ആയിട്ട് തന്നെ ലൈറ്റ് കിട്ടി തുടങ്ങും. അതിൻ്റെ ഇതിൽ വരുന്ന ഹാലോജനാണ് നിങ്ങൾക്ക് ലീഡ് ആക്കിയാൽ കുറച്ചുകൂടി നല്ല വെട്ടം കിട്ടുന്നതായിരിക്കും. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ വാഹനത്തിൽ വരുന്ന സിസ്റ്റം 8 ഇഞ്ചിൻ്റെയാണ് വരുന്നത്. 8 ഇഞ്ചിൻ്റെ ആൻഡ്രോയിഡ് ഓട്ടോ ആപ്പിൾ കാർപ്ലേ വയർഡായിട്ട് കണക്റ്റിവിറ്റി വരുന്നതാണ്. അതിൻ്റെ റിവേഴ്സ് ക്യാമറ കൂടി നമുക്ക് ഇതിൽ അവൈലബിൾ ആണ്. വിത്ത് ഗൈഡ് ലൈൻസ് ഒക്കെ എല്ലാം നമുക്ക് ഈ പറഞ്ഞ ഫിക്സഡ് ടൈപ്പാണ്, അഡാപ്റ്റീവ് അല്ല. അത് ഈ വാഹനത്തിലും ഈ സെഗ്മെന്റിൽ വരുന്നില്ല ഒരു വണ്ടിക്കും. അതിൻ്റെ സ്പീക്കേഴ്സ് നോക്കിയാൽ നമുക്ക് ഫ്രണ്ടിൽ 2 സ്പീക്കേഴ്സാണ് വരുന്നുള്ളൂ. അത് ഒരു സാധാരണ രീതിയിൽ നമുക്ക് വലിയ ബേസ് ഒന്നും കിട്ടത്തില്ല. ജസ്റ്റ് ഒരു പാട്ട് കേട്ട് പോകാം എന്ന രീതിയിൽ മാത്രം സ്പീക്കേഴ്സാണ്. നിങ്ങളിപ്പോൾ കുറച്ച് അത്യാവശ്യം ആസ്വദിച്ച് കൊടുക്കുന്ന ആളാണെന്നുണ്ടെങ്കിൽ അഡീഷണൽ ആയിട്ട് സ്പീക്കേഴ്സ് നിങ്ങൾ കൊടുക്കേണ്ടി വരും. നല്ല രീതിയിൽ കോയാക്ഷ്യൽ സ്പീക്കേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ല എഫക്റ്റ് കിട്ടുന്നതായിരിക്കും. ആൻഡ് എക്സ്പ്രസോ കേട്ടനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ല കംഫർട്ടുള്ള സീറ്റ്സ് ആണ് ആക്ച്വലി ഈ ഒരു ക്വിഡിൽ നൽകിയിരിക്കുന്നത്. അത്യാവശ്യം വൈഡും ആണ്, ഫാബ്രിക് സീറ്റ്സ് ആണ്, പക്ഷേ അത്യാവശ്യം വൈഡാണ്, നല്ല കംഫർട്ട്, ഒരു കുഷനിങ് എഫക്റ്റ് കിട്ടുന്ന ഒരു സീറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഡ്രൈവറിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിയിൽ വിസിബിൾ ആയിട്ടുള്ള ഒരു ഗ്ലാസ് ഏരിയയാണ് ആക്ച്വലി വാഹനത്തിന് നൽകിയിരിക്കുന്നത്. അത് സൈഡ് ഗ്ലാസ് ആണെന്നുണ്ടെങ്കിലും ഫ്രണ്ടിൽ വിൻഷീൽഡാണെങ്കിൽ നല്ല രീതിയിൽ വിസിബിൾ കിട്ടും. ഇപ്പോൾ എൻ്റെ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്കിത് ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. ഇപ്പോൾ ഒരു 5 അടി ഹൈറ്റ് ഉള്ളവർക്കാണെന്നുണ്ടെങ്കിൽ പോലും തരക്കേടില്ലാത്ത രീതിയിൽ നമുക്ക് കൊണ്ടെടുക്കാൻ പറ്റും. ഫസ്റ്റ് ആ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ അതൊന്ന് മനസ്സിലാക്കി ഓടിച്ചാൽ മാത്രം മതി. ഒരാഴ്ച കയ്യിലിരുന്നാൽ ഈസി ആയിട്ട് കൊണ്ടെടുക്കാൻ പറ്റും. അതിൻ്റെ റെനോയുടെ സസ്പെൻഷൻ നോക്കുകയാണെങ്കിൽ എല്ലാവർക്കും അറിയാം, വളരെ മികച്ചൊരു സസ്പെൻഷനാണ് റെനോ കൊടുക്കുന്നത്. പ്രത്യേകിച്ചും ഡസ്റ്റർ ക്വിഡ് ഡ്രൈവറൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ കൈകണ്ടയിൽ മാത്രമാണ് ചെറിയൊരു സ്റ്റിഫ്നെസ് നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാ മോഡൽസിനും അത്യാവശ്യം കംഫർട്ടായിട്ടുള്ള സസ്പെൻഷൻ കൊടുത്തിരിക്കുന്നത്. പ്രത്യേകിച്ചും ക്വിഡിലൊക്കെ ആണെന്നുണ്ടെങ്കിലും നമുക്ക് അത്യാവശ്യം ബംസിലൊക്കെ കയറിയാൽ പോലും, മോശം റോഡിൽ കൂടെ ഓടിച്ചാൽ പോലും അതിൻ്റെ ഒരു എഫക്റ്റ് നമ്മുടെ കൈകളിലേക്കോ അല്ലെങ്കിൽ നമുക്ക് ബോഡിയിലേക്കോ കിട്ടുന്ന രീതിയിൽ അല്ല നൽകിയിരിക്കുന്നത്. വളരെ നല്ലൊരു കംഫർട്ടായിട്ടാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ നമുക്ക് ആസ്വദിച്ച് ഓടിക്കാൻ ഒരു ഒഴുകി പോകുന്നൊരു ഫീലാണ് ആക്ച്വലി ക്വിഡൊക്കെ ഹൈവേയിലും ഒക്കെ ഓടിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ കേട്ടൻ എക്സ്പ്രസ് നോക്കുകയാണെങ്കിൽ ബോഡി റോള് കുറച്ച് കൂടുതലുണ്ട്. അതിന് ഹൈറ്റ് കുറച്ച് കൂടുതലുള്ളതുകൊണ്ട് തന്നെ ഇതിനേക്കാളും കുറച്ചുകൂടി, അത് ക്വിഡിനേക്കാളും കുറച്ചുകൂടി ലേശം സ്റ്റിഫാണ് സസ്പെൻഷൻ വരുന്നത്. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഒരു പ്രാക്ടിക്കാലിറ്റി നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ബൂട്ട് സ്പേസിലേക്ക് വരുമ്പോൾ 279 ലിറ്ററാണ് ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും കൂടുതൽ ബൂട്ട് സ്പേസ് കൊടുക്കുന്ന ഒരു മോഡലാണ് ക്വിഡ് എന്ന് പറയുന്നത്. ആൻഡ് എക്സ്പ്രസിലേക്ക് വരുമ്പോൾ 240, കേട്ടണിലേക്ക് വരുമ്പോൾ 214. അതിനൊരു കാരണം എന്ന് വെച്ചാൽ ഈ വാഹനത്തിൻ്റെ ഒരു ലെങ്ത് തന്നെയാണ്. 3.7 മീറ്റർ ആക്ച്വലി വാഹനത്തിൻ്റെ ലെങ്ത് വരുന്നത്. മറ്റ് 2 മോഡൽസ് നോക്കുകയാണെങ്കിൽ 3.5 ഒക്കെ വരുന്നുള്ളൂ. അതിന് ബാക്കിലത്തെ സ്പേസ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ 2 പേർക്ക്, 2 അഡൾട്ട്സിനാണ് ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാൻ പറ്റും. ആക്ച്വലി ഈ വാഹനത്തിന് 4 പേരാണെങ്കിൽ ഈസി ആയിട്ട് ട്രാവൽ ചെയ്യാം. ബാക്കിൽ 3 അഡൾട്ട്സ് വളരെ കൺജസ്റ്റഡ് ആയിരിക്കും. 2 അഡൾട്ട് ഒരു കുട്ടിയാണെങ്കിൽ ഓക്കെയാണ്, അടിപൊളിയായിട്ട് പോകാൻ പറ്റും. അതിൻ്റെ അത്യാവശ്യം മാന്യമായിട്ട് ലെഗ് സ്പേസും കാര്യങ്ങളെല്ലാം ബാക്കിലും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ കയറി ഇറങ്ങാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫ്രണ്ടിലൊക്കെ വളരെ ഈസി ആയിട്ട് കയറി ഇറങ്ങാം. ബാക്കിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ഹൈറ്റ് ഉള്ളവർക്ക് ഒന്ന് തല കുനിച്ചൊക്കെ ഒന്ന് കയറി ഇറങ്ങേണ്ടി വരും. അല്ലാതെ വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അതിന് സേഫ്റ്റി സൈഡ് നോക്കുമ്പോൾ ക്വിഡിലേക്ക് വരുമ്പോൾ നമുക്ക് ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം അഡീഷണൽ ആയിട്ട് വരുന്നുണ്ട്. ESP ആണ് നമുക്ക് എക്സ്പ്രസോ ഒക്കെ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ട് വരുന്നത്. അത് സ്വിച്ചബിൾ ടൈപ്പ് വരുന്നത്. പക്ഷേ ക്വിഡിലേക്ക് വരുമ്പോൾ ESPയും ട്രാക്ഷനും സ്വിച്ചബിൾ ടൈപ്പ് അല്ല, ഡിഫോൾട്ട് ഓൺ ആണ്. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റത്തേ ഇല്ല, ഫുൾ ടൈം ഓൺ ആയിരിക്കും. അതിൻ്റെ എയർ ബാഗ് സൈഡിലേക്ക് വരുമ്പോൾ നമുക്ക് ക്വിഡ് ഒരു നെഗറ്റീവാണ്. കാരണം 2 എയർ ബാഗ്സ് ഇപ്പോഴും വരുന്നുള്ളൂ. ഓൾട്ടോ കേട്ടണിൽ വരുമ്പോൾ 6 എയർ ബാഗ്സ് ഉണ്ട്. പക്ഷേ എക്സ്പ്രസോയിലും 2 എയർ ബാഗ്സ് ആണ് വരുന്നത്. ബട്ട് നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ ക്വിഡിൻ്റെ ഒരു ഫേസ് ലിഫ്റ്റ് ഉടനെ തന്നെ ലോഞ്ചിങ് ഉണ്ടാവും. അതിലേക്ക് കാര്യമായ മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ഈ പറഞ്ഞ 6 എയർ ബാഗ്സ് വരും, 3 പോയിന്റ് സീറ്റ് ബെൽറ്റ്സ് ആയിരിക്കും വരിക. അതുപോലെ തന്നെ ലോഗോ മാറ്റം ഉണ്ടാവും. പുതിയ ട്രൈബലും കൈകളും കണ്ട ആ ലോഗോ ആയിരിക്കും വരുന്നത്. അതിൻ്റെ പുതിയ കളേഴ്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ, എസ്തെറ്റിക്സിൽ കുറച്ച് ചേഞ്ചസ് മാത്രമേ വരുന്നുണ്ടാവുള്ളൂ. ബാക്കി മെക്കാനിക്കലിലേക്ക് എല്ലാം സെയിം തന്നെ ആയിരിക്കും വരുന്നത്. മിക്കവാറും നെക്സ്റ്റ് മന്ത് ചിലപ്പോൾ ലോഞ്ച് ഉണ്ടാവാം. പ്രൈസിലും കാര്യമായ മാറ്റം ഉണ്ടാവും എന്ന് തോന്നുന്നില്ല, ചെറിയ രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയുള്ളൂ. ആൻഡ് ഈ വാഹനത്തിൻ്റെ ഒരു എഞ്ചിൻ സൈഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ 1 ലിറ്ററാണ് എഞ്ചിൻ വരുന്നത്. 68 PS ആൻഡ് 91 ടോർക്കാണ്. അത് ഈ സെഗ്മെൻറ്റിൽ മറ്റ് 2 മോഡലിനേക്കാളും കൂടിയ ഒരു പവർ ഫിഗേഴ്സാണ് ആക്ച്വലി വരുന്നത്.
പക്ഷേ നമുക്ക് ഇതിൻ്റെ ഒരു പവർ കറക്റ്റ് കിട്ടുന്ന ഏകദേശം 2300 RPM കഴിഞ്ഞ ശേഷമായിരിക്കും അതിൻ്റെ ഒരു ഫീൽ, അതായത് പവർ ബാൻഡ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് അത്യാവശ്യം വണ്ടി നല്ല രീതിയിൽ വലിച്ച് തന്നെ ആസ്വദിച്ച് ഓടിക്കാൻ പറ്റും. പ്രത്യേകിച്ച് മാനുവലാണെങ്കിൽ. AMT ആകുമ്പോൾ ചെറിയ രീതിയിൽ ലാഗ് ഉണ്ട്. അതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ ഇതിൽ യൂസ് ചെയ്തിരിക്കുന്ന AMT നോക്കണമെങ്കിൽ ഇലക്ട്രോ മെക്കാനിക്കൽ ആയിട്ടുള്ള ഒരു ആക്ച്വേറ്ററാണ്. എസ്പ്രസോ അതുപോലെ തന്നെ കേട്ടറിലൊക്കെ വരുമ്പോൾ ഹൈഡ്രോളിക് ആയിട്ടുള്ള ആക്ച്വേറ്ററാണ്. ഇപ്പോൾ ചില സിറ്റുവേഷനിൽ നമ്മളിപ്പോൾ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി എന്താ പറയുക, കാല് ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ആക്സിലേറ്റർ ഫുൾ കൊടുത്തു കഴിഞ്ഞാൽ ചില സമയത്ത് ഒരു 2 സെക്കൻഡൊക്കെ ലാഗ് വരും. ഒന്ന് ആലോചിച്ചിട്ടൊക്കെയാണ് പുള്ളി ചിലപ്പോൾ ഗിയറൊക്കെ മാറുള്ളൂ. അത് നമുക്ക് ഇടയ്ക്കൊരു മൈനസായിട്ട് വരാറുണ്ട്. അതിൻ്റെ കയറ്റം കയറുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ചില സമയത്ത് ഈ ഒരു മോഡലിൽ ലാഗ് വരുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഈ ഒരു എന്താ പറയുക, ഇലക്ട്രോ മെക്കാനിക്കൽ ആക്ച്വേറ്ററിന് പൊതുവെ വരുന്ന ഒരു കംപ്ലയിൻ്റ് ആണ്. ഹൈഡ്രോളിക് ആക്ച്വേറ്ററിന് അത്രയും കംപ്ലയിൻറ്റ്സ് വരാറില്ല. ബട്ട് നമുക്ക് അത്യാവശ്യം ഫണ്ണായിട്ട് കൊണ്ടുനടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. എനിക്ക് തോന്നുന്നു എക്സ്പ്രസോവിനേക്കാളും അതുപോലെ തന്നെ കേട്ടനേക്കാളും വളരെ ഫണ്ണായിട്ട് ഓടിച്ചു നടക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. പ്രത്യേകിച്ചും ഞാൻ ആ പറഞ്ഞ ഡൈമെൻഷൻ തന്നെ ഈ വാഹനത്തിന് അതിന് സപ്പോർട്ട് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ ഈ എക്സ്പ്രസോ കേട്ടെന്ന് പറഞ്ഞാൽ ഹൈറ്റ് കുറച്ച് കൂടുതലാണ്, വീതി കുറഞ്ഞിട്ട്. പക്ഷേ ഈ ഒരു മോഡൽ വരുമ്പോൾ വീതി കുറച്ച് കൂടുതലാണ്. മറ്റ് വണ്ടികളൊക്കെ അപേക്ഷിച്ച് വീതി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-3 സെൻറ്റിമീറ്റർ കൂടുതലാണ്. ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം 1-1.5-2 സെൻറ്റിമീറ്റർ ഹൈറ്റും കുറവാണ്. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റെബിലിറ്റി കൂടുതലായിരിക്കും, ബോഡി റോളും കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ക്വിഡ് യൂസ് ചെയ്യുന്നവർക്ക് ഈ പറഞ്ഞ ക്ഷീണം കുറവായിരിക്കും, വോമിറ്റിംഗ് ടെൻഡൻസി കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, തലചുറ്റലൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഓൾട്ടോ കേട്ടില്ലെങ്കിൽ എക്സ്പ്രസോയിലാണ് കൂടുതൽ അങ്ങനത്തെ ഒരു കംപ്ലയിൻറ്റ്സ് ഞാൻ കേട്ടിരിക്കുന്നത് യൂസറിൻ്റെ ഭാഗത്തു നിന്നൊക്കെ. ഈ പറഞ്ഞ ക്ഷീണം വരാറുണ്ട്, അല്ലെങ്കിൽ ലേഡീസിനൊക്കെ ആണെങ്കിൽ കൂടുതലും ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരാറുണ്ട്. ആ ഒരു കാര്യം എന്തായാലും ക്വിഡിലുണ്ടാവില്ല. അതിന് ശരിക്കും ഈ വാഹനം ഡിസൈൻ ചെയ്തവർക്ക് നന്ദി പറയേണ്ടതാണ്. കാരണം അത്രയും വളരെ മനോഹരമായിട്ടാണ് ഈ വാഹനം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ ഒരു SUV ക്യാരക്ടറോടുകൂടി ഇങ്ങനൊരു ഹാച്ച് ബാക്ക് ഇറക്കിയതിന് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു മോഡലാണ്. ഇൻ ടേംസ് ഓഫ് കംഫർട്ട് ആൻഡ് കൺവീനിയൻസ്, പെർഫോമൻസ് മാനുവൽ എനിക്ക് ഇഷ്ടമാണ്. AMT അത്ര അങ്ങോട്ട് എനിക്ക് ഓക്കെ എന്ന് പറയാൻ പറ്റത്തില്ല. ആ ഒരു ചെറിയ ലാഗ് എനിക്ക് അത്ര അങ്ങോട്ട് കംഫർട്ടബിൾ അല്ല. ബട്ട് നമ്മുടെ കേട്ടണിലും എക്സ്പ്രസോയിലും കൊടുത്തിരിക്കുന്ന ആ ഒരു ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ഈ ഒരു മോഡൽ വരികയാണെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വാഹനത്തിന് എക്സ്പ്രസോക്കോ അതുപോലെ കേട്ടണോ പിടിക്കാൻ പറ്റത്തില്ല. അത്രയ്ക്കും വളരെ സ്മൂത്തായിട്ടോ അല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞാൽ ഫൺ ടു ഡ്രൈവ് ആയിട്ട് ശരിക്കും കുറച്ചുകൂടി ഫൺ ടു ഡ്രൈവ് ആയിട്ട് ഓടിച്ചു നടക്കാൻ പറ്റും. അത്രയ്ക്കും നല്ലൊരു വാഹനമായിരിക്കും ക്വിഡ് എന്ന് പറയുന്നത്. അപ്പോൾ എനിക്ക് ഇതിലൊരു അപാകത തോന്നിയിരിക്കുന്ന ആ ഒരു ആക്ച്വേറ്ററിൻ്റെ ഒരു കാര്യത്തിൽ മാത്രമാണ്. അത് നമ്മൾ വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടിരുന്നില്ലെങ്കിൽ ചിലപ്പോൾ പണി പെട്ടെന്ന് കിട്ടാം. പക്ഷേ ഈ ഒരു ഇലക്ട്രോണിക് ആക്ച്വേറ്ററിന് മാത്രമല്ല, ഹൈഡ്രോളിക് ആക്ച്വേറ്റർ ആണെന്നുണ്ടെങ്കിലും അനാവശ്യമായി നമ്മൾ ഈ പറഞ്ഞ 2 കാലൊക്കെ യൂസ് ചെയ്ത് ഓടിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ചൊക്കെ പെട്ടെന്ന് ബേൺ ഔട്ടായി പോകും, അതായത് തേഞ്ഞ് പോകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ കയ്യിൽ നിന്ന് കാശിറങ്ങി പോവുകയും ചെയ്യും. ഒത്തിരി ആൾക്കാർ 2 കാല് യൂസ് ചെയ്തിട്ട് ഓട്ടോമാറ്റിക് കാസ് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ AMT കാര്യത്തിലേക്ക് ഏകദേശം തീരുമാനമായി കിട്ടും. ഇനി ക്വിഡിൻ്റെ AMT നിങ്ങൾക്ക് അത്ര താല്പര്യമില്ല എന്ന് നിങ്ങൾക്ക് മാനുവൽ നോക്കാം. മാനുവൽ ശരിക്കും ഒരു ഫൺ ടു ഡ്രൈവ് ആയിട്ടുള്ള വാഹനമാണ്. അതിൻ്റെ പിന്നെ ഒരു കാര്യം നോക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ എഞ്ചിൻ നോയ്സ് കുറച്ചുകൂടി നമുക്ക് അകത്തേക്ക് കയറുന്നുണ്ട്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ഓട്ടോ കേട്ടൻ എക്സ്പ്രസ് നോക്കുമ്പോൾ അതിന് എഞ്ചിൻ നോയ്സ് ഇല്ലെന്നല്ല, എഞ്ചിൻ നോയ്സ് ഉണ്ട്. നമ്മൾ കാലോടുന്ന സമയത്താണെങ്കിലും അതിന് എഞ്ചിൻ നോയ്സ് ഉണ്ട്. ഈ വണ്ടിക്കാണെങ്കിലും നമ്മൾ കാലോടുന്ന സമയത്താണ് എഞ്ചിൻ നോയ്സ് കൂടുതൽ നമ്മൾ കേൾക്കുന്നത്. പക്ഷേ കമ്പാരിറ്റീവ്ലി ഒരു പൊടിക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു രീതിയിൽ നമുക്ക് കൂടുതലാണ് എഞ്ചിൻ നോയ്സ് ഈ വാഹനത്തിൻ്റെ കേൾക്കുന്നത്. പ്രത്യേകിച്ച് AC ഇട്ടതിന് ശേഷം നമ്മൾ കാറോട് തുടിക്കുമ്പോൾ നല്ല രീതിയിൽ ആ ഒരു നോയ്സ് കേൾക്കാൻ പറ്റും. അപ്പോൾ അതൊക്കെ എനിക്ക് തോന്നുന്നു നെക്സ്റ്റ് ഒരു ഫേസ് ലിഫ്റ്റ് വരുമ്പോൾ അതൊക്കെ ഒന്ന് പരിഹരിച്ച് ഇറക്കുകയാണെന്നുണ്ടെങ്കിൽ ആക്ച്വലി ഈ ഒരു വണ്ടി എന്ന് പറയുന്നത് ഈ സെഗ്മെൻറ്റിൽ കേട്ടൺ എക്സ്പ്രസ്സിന് വെട്ടാൻ പറ്റാത്തൊരു മുതലായിരിക്കും ശരിക്കും വരാം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ആക്ച്വലി റെനോ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൻ്റെ ക്വിഡ് AMT യൂസേഴ്സ് ഒത്തിരി പറയുന്ന ഒരു പരാതിയാണ് നമുക്ക് ഈ വാഹനത്തിൽ മാനുവൽ മോഡില്ല. മാനുവൽ മോഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ ഹൈ റേഞ്ചൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഒരു സെക്കൻഡ് ഗിയർ അല്ലെങ്കിൽ തേർഡ് ഗിയറിലേക്ക് നമ്മൾ ഇറങ്ങുന്നുണ്ടാവും. കാരണം നമുക്ക് എഞ്ചിൻ ബ്രേക്ക് അത്യാവശ്യമാണ്. അത്ര രീതിയിൽ ഇറങ്ങി വരുമ്പോൾ നമുക്ക് മിനിമം സ്പീഡിൽ പോരാൻ പറ്റത്തുള്ളൂ. സ്പീഡ് കൂടുതലായി കഴിഞ്ഞാൽ നമുക്ക് കൺട്രോൾ പോകും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഗിയർ ഡൗൺ ചെയ്താണ് നമുക്ക് കൂടുതലും പോരാറ്. പക്ഷേ ഈ ഒരു മോഡലിലേക്ക് വരുമ്പോൾ ക്വിഡിലേക്ക് വരുമ്പോൾ നമുക്ക് AMT ആണെന്നുണ്ടെങ്കിൽ നമുക്കിതിൽ മാനുവൽ മോഡിനൊരു ഓപ്ഷൻ വരുന്നില്ല. ന്യൂട്രൽ, ഡ്രൈവ്, റിവേഴ്സ് ഈ ഒരു 3 മോഡ്സ് മാത്രമേ വരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ മാക്സിമം സ്ലോ ചെയ്തത് ബ്രേക്ക് ഇടയ്ക്കിടയ്ക്ക് അപ്ലൈ ചെയ്ത് പോരുന്ന ഒരവസ്ഥയാണ് ശരിക്കും പറഞ്ഞാൽ ക്വിഡിന് വരുന്നത്. അത് യൂസേഴ്സ് ഒത്തിരി കംപ്ലയിൻറ്റ് പറയുന്നൊരു കാര്യമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ വാഹനത്തിൽ മാനുവൽ മോഡ് കൂടി ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ വളരെ എന്താ പറയുക റെക്ടിഫൈ ചെയ്ത് പോകാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്തരം സാഹചര്യം വരുന്നതുകൊണ്ട് തന്നെ ബ്രേക്സ് പെട്ടെന്ന് തീർന്നുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ മാറ്റി വെച്ച് നമ്മൾ നോക്കുന്നുണ്ടെങ്കിൽ ഇൻ ടേംസ് ഓഫ് പ്രാക്ടിക്കാലിറ്റി, കൺവീനിയൻസ്, കംഫർട്ട്, സേഫ്റ്റി ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഓൾട്ടോ കേട്ടൺ എക്സ്പ്രസോനെ വെച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ടൊരു വാഹനമാണ്. പ്രത്യേകിച്ച് ഈ ഒരു ബഡ്ജറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റാർട്ട് ചെയ്യുന്ന 499 എക്സ് ഷോറൂമാണ്. അപ് ടു 5.99 ആണ് എക്സ് ഷോറൂം പോകുന്നത്, ആ ഒരു റേഞ്ച് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ആ ഒരു ബഡ്ജറ്റ് നോക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓക്കെയാണ്. അത്യാവശ്യം സിറ്റിയും ഹൈവേ ഒക്കെ നോക്കുന്ന അല്ലെങ്കിൽ ആ ഒരു ഡെയിലി കമ്മ്യൂട്ടിങ് സെക്കൻഡറി കാറൊക്കെ ആയിട്ട് പരിഗണിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ വാഹനമാണ് ആക്ച്വലി ക്വിഡ് AMT എന്ന് പറയുന്നത്. ഇനി നിങ്ങൾക്ക് ക്വിഡ് AMT വേണ്ട, മാനുവൽ എടുത്തു കഴിഞ്ഞാൽ ഇതിലും കൂടുതൽ ഫണ്ണായിരിക്കും. ഞാൻ ഈ പറഞ്ഞ കംപ്ലയിൻറ്റ്സ് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഈസി ആയിട്ട് നിങ്ങൾക്ക് കൊണ്ടെടുക്കാൻ പറ്റും. അതിൻ്റെ മൈലേജിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്നുണ്ടെങ്കിൽ എറണാകുളം സിറ്റി പോലത്തെ സിറ്റിയിൽ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 15 to 16 നമുക്ക് AMTയിലൊക്കെ ഈ വാഹനത്തിന് പ്രതീക്ഷിക്കാൻ പറ്റത്തുള്ളൂ.
ആൻഡ് ഹൈവേയിലേക്ക് പോകണമെങ്കിൽ അത്യാവശ്യം നല്ല മൈലേജ് കിട്ടുന്നുണ്ട്. 21 മേളിലൊക്കെ മൈലേജ് കിട്ടുന്ന യൂസേഴ്സ് ഉണ്ട്. അതിന് കമ്പനി പറയുന്നത് ഏകദേശം 23 കിലോമീറ്ററിനടുത്താണ് മൈലേജ് പറയുന്നത്. അപ്പോൾ ഓവറോൾ ഈ വാഹനത്തെ പറ്റി പറയുന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു സിറ്റി ആൻഡ് ഹൈവേ ആണ് മെയിനായിട്ട് യൂസ് ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആപ്റ്റ് ആയിട്ടുള്ള ഒരു അടിപൊളി വാഹനമാണ്. ഞാൻ ഈ പറഞ്ഞ പോലെ സേഫ്റ്റിയും കംഫർട്ടും കൺവീനിയൻസും എല്ലാം ഓക്കെയാണ് ആക്ച്വലി ഒരു വാഹനത്തിനെ വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ. അതല്ല നിങ്ങൾക്ക് ഈ പറഞ്ഞോണം ഹൈ റേഞ്ചൊക്കെ നോക്കുന്ന വ്യക്തിയാണ്, ആ ഒരു ഭാഗത്ത് നോക്കുന്നവരാണെങ്കിൽ നിങ്ങൾ AMTന് പകരം നിങ്ങൾ മാനുവൽ കൺസിഡർ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ കൊളീഗ്സോ ഫാമിലി ആരെങ്കിലും ഇതുപോലത്തെ എൻട്രി സെഗ്മെൻറ്റ് വാഹനം നോക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാഹനത്തിൻ്റെ റിവ്യൂമായി കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.